ദൈവത്തിൻ്റെ മക്കളെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഇന്ന് ഈ ദിവസങ്ങളിൽ നീ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു കാരണവശാലും നീ ആരോടും പറയരുത്. രഹസ്യമാക്കി സൂക്ഷിക്കാനുള്ളൊരു പ്രത്യേകമായ ശ്രദ്ധയും കഴിവും കൃപയും ദൈവത്തോട് ചോദിച്ച് മേടിച്ചോണം. കാരണം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദൈവിക ഇടപെടലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ യേശു ഒരു കാര്യം നമ്മളോട് പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടയ്ക്കാം. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിന്റെ പ്രാർത്ഥന പോലും ചിലർ കേൾക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുമ്പോൾ 10 ആൾ കേട്ടാൽ അവരുടെ മുമ്പിൽ എനിക്കിങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ള നിലയിലുള്ളതായ ആ ഒരു ഉൾപ്പുളകം കൊള്ളൽ ചിലരുടെ സ്വഭാവമാണ്. അരുത്. അവർ തങ്ങളുടെ കൈകൊണ്ട് നിന്നെ കണ്ട പൊട്ടക്കണ്ടി തള്ളിയിടാൻ അത് കാരണമാകും. ജോസഫ് ദർശനം വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും തൻ്റെ സഹോദരന്മാരുണ്ടായിരുന്നു. പിന്നീട് നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അവന്മാരവനെ കൊല ചെയ്തു, ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. കാരണം നീ ഞങ്ങളെക്കാൾ വളരുമോ? ഒരു മനുഷ്യനും നമ്മുടെ വളർച്ച അവർക്ക് മീതെ ഉയരുന്നത് ഇഷ്ടമല്ല. നമുക്ക് ഒരുമിച്ച് നടക്കാം, കൈ കോർത്ത് നടക്കാം. എന്തിനാ? വീഴാതിരിക്കാൻ വേണ്ടിയല്ല, എൻ്റെ മുമ്പിൽ നീ കയറി നടക്കാതിരിക്കാനാണ് ഞാൻ നിൻ്റെ കയ്യെ പിടിച്ചേക്കുന്നത്. ചിലരുടെ ധാരണയായത്, ചിലരുടെ മൈൻഡ് ഗെയിമായത്. ഒരു കാരണവശാലും കർത്താവിൻ്റെ കുഞ്ഞെ, നിൻ്റെ ഹൃദയത്തിലെ പദ്ധതി, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ദർശനം ആവശ്യമില്ലാത്തവർക്ക് പങ്കുവെക്കരുത്. വേണ്ടാത്തടത്തത് പോയി വിളമ്പരുത്. വളരെ കർക്കശമായിട്ട് ഈ ദിവസങ്ങളിൽ ചിലത് സൂക്ഷിക്കാൻ തയ്യാറാകണം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ അടുക്കൽ വിദേശയാത്രയുടെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് എയർപോർട്ടിൽ ചെന്നപ്പോൾ എന്തോ ഒരു ഇഷ്യൂവിന് പേര് തിരിച്ചു വരേണ്ടി വന്നു. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോഴേക്കിനും കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവരുടെ ജീവിതത്തിൽ ഇത് മനഃപൂർവ്വമായിട്ട് ഇവർക്ക് നേരെ ഉണ്ടായേക്കുന്ന ഒരു ദ്രോഹമാണ്. ഇവർക്ക് വേണ്ടി ചെയ്ത ആൾ, ഇവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഇന്നയാളാണ്. ആ വ്യക്തിയുടെ പേര് കർത്താവ് പറഞ്ഞു. അന്നേരം ഞാൻ അവരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമോ? 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. വ്യക്തികളെ തമ്മിൽ തല്ലിക്കാനല്ല, നിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് പലപ്പോഴും നിന്നെ പുറമേ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരി. ഒരു എതിരാളി കയറി വന്നാൽ അവൻ നമ്മളെ തല്ലി വരവും കൊല്ലുമായിരിക്കും, തിന്നുമായിരിക്കും. പക്ഷേ ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവൻ്റെ ഉള്ളുകളി എന്താണെന്ന് പലപ്പോഴും അറിയാൻ വയ്യാതായി പോകും. ഈ ഗതികേടിനകത്ത് വീണുപോയാൽ എത്ര കാലം കഴിഞ്ഞാലും രക്ഷപ്പെടാൻ വയ്യാതെ ചിലർ കിടന്ന് കറങ്ങും. സ്നേഹം നിറഞ്ഞവരെ, ദ്രോഹിക്കപ്പെടാൻ ഇനി നിന്നുകൊടുക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ദൈവം ഒരുക്കാൻ പോവുകയാണ്. നെഹമ്യാവ് മതിൽ പണിയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞ് നെഹമ്യാവ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ദൈവവചനത്തിലുണ്ട്. താൻ ചെയ്യാൻ പോകുന്ന കാര്യം താൻ വേറെ ആരോടും പറഞ്ഞില്ല. 52 ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ മതിൽ പണിതുയർത്താനുള്ള കാരണം നെഹമ്യാവിന് തൻ്റെ ഹൃദയ പദ്ധതികൾ തൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാനുള്ള പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നതാണ്. തുറന്നിട്ടേക്കുന്ന കതക് പോലെ കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും എല്ലാം കയറി വന്ന് വിരഹിക്കാവുന്ന നിലയിൽ നിങ്ങളുടെ ചിന്തകളും പ്ലാനുകളും നിങ്ങൾ പലരുടെ മുമ്പിൽ തുറന്നിട്ടതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണം. അറിയരുത്. ഒറ്റ കുഞ്ഞുങ്ങളറിയാതെ ഈ ദിവസങ്ങളിൽ ചിലത് ആസൂത്രണം ചെയ്യാനുള്ള ഒരു ദൈവികമായ വിവേകം നിങ്ങളുടെ മേൽ ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 27-ാം വചനത്തിൽ ഗിദെയോൻ എന്ന ദൈവ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. കേട്ടോണം, 10 പേരെ കൂട്ടി ദൈവം പറഞ്ഞതുപോലെ പുള്ളി ചെയ്തു. എന്നാൽ ഇവിടം തൊട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. ദേശക്കാരെയും ഭയപ്പെട്ടു, കുടുംബക്കാരെയും ഭയപ്പെട്ടു. അദ്ദേഹം പേടിത്തൊണ്ടരെന്നുള്ള അർത്ഥത്തിലല്ല, താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ തീക്ഷ്ണത അത്രമേൽ വലുതായതുകൊണ്ട് യാതൊരു പണിയുമില്ലാത്ത നേരം പോക്കുകാർക്കൊക്കെ ഇതിനകത്ത്
കമൻറ്റുകൾ പാസ്സാക്കാനുള്ളതായ ഒരു തൽപരതയുള്ളത് കൊണ്ട് അങ്ങനെയുള്ളവന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് താൻ ചെയ്യാൻ പോകുന്ന വിശിഷ്ട കാര്യം വേദിയാക്കുന്നില്ലെന്ന് ഗിദെയോൻ അങ്ങ് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ പൈതലെ, നിനക്കൊരു ഭവനം മേടിക്കണോ? നീ രഹസ്യമായിട്ട് മേടിക്കുക. നിനക്കൊരു വാഹനം മേടിക്കണോ? നിൻ്റെ മുറ്റത്ത് വരുമ്പോൾ അറിഞ്ഞാൽ മതി. നാട്ടുകാരോട് വിളിച്ച് കൂവാതെ. നിനക്കൊരു യാത്രയുണ്ടോ? തക്ക സമയത്തറിഞ്ഞാൽ മതി. അനാവശ്യമായിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി വിളിച്ചു പറയുന്ന ഒരു കാക്കയായിട്ട് നിങ്ങൾ തീരാതെ, എന്തിനാണ് ഇങ്ങനെ സ്വന്തം പേര് പറഞ്ഞ് കാറുന്നത്? എന്തിനാണ് നിനക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് 100 പേരോട് ഇങ്ങനെ വാചാലനാകുന്നത്? നിശബ്ദത സദൃശവാക്യങ്ങളിലുണ്ട്. മിണ്ടാതിരിക്കുന്ന മൂഢൻ, അവൻ എത്ര വിഡ്ഢിയാണെങ്കിലും അവൻ മിണ്ടാതിരുന്നാൽ അവൻ ജ്ഞാനിയാണെന്ന് കണക്കാക്കപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലാണത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടേക്കരുത്. അങ്ങനുണ്ട്. എൻ്റെ യേശു കർത്താവ് പറഞ്ഞ വാക്കാ, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടേക്കരുത്. തീർന്നില്ല. യേശു തൻ്റെ ജീവിതത്തിൽ താൻ എല്ലാ കാര്യവും എല്ലാവരോടും ഒന്നും പറഞ്ഞില്ല. യേശുവിന് മർമ്മപ്രധാനമായ കാര്യങ്ങൾ പറയാൻ തൻ്റെ 12 ശിഷ്യന്മാർ, എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നവരല്ലേ, എപ്പോഴും കൂടെ നടക്കുന്നവനോട് പോലും എല്ലാം പറയേണ്ട കാര്യമില്ല. കർത്താവ് അതിനകത്തുനിന്ന് പോലും 3 പേരെ പ്രത്യേകം മാറ്റി നിർത്തി അവരോടാണ് കർത്താവ് വലിയ പ്രാധാന്യതയുള്ളതായ കാര്യങ്ങൾ സംസാരിച്ചത്. ചില കാര്യങ്ങൾ അവരോടും പറഞ്ഞിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കുള്ള വാക്കുകൾക്ക് കണക്കുണ്ടാകട്ടെ. അക്കൗണ്ടബിലിറ്റി സൂക്ഷിപ്പാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. ദൈവം ഒരു വലിയ കാര്യം നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചെയ്യും. വലിയൊരു നന്മ നിനക്ക് വേണ്ടി അണിയറയിൽ ഒരുങ്ങും. അന്നേരം വിളിച്ചു കൂവി കണ്ടവരോടും കേട്ടവരോടും വഴിയെ പോയവരോടും ഒക്കെ പറഞ്ഞു പരത്തി നീ അതിൻ്റെ മഹിമ കളയരുത്. ഒരു മനുഷ്യൻ ചെയ്യാൻ പോകുന്ന കാര്യം, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം, അത് നടപടിയാകുന്നതിന് മുൻപ് പറഞ്ഞാൽ അത് നടപടി ക്രമത്തിലേക്ക് വരാനുള്ള സാധ്യത 50% പോലും ഇല്ല എന്ന് കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ബുക്കിൽ വായിച്ചു. നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യത്തിനകത്ത് വീണു പോകരുത്. ഗിദെയോൻ നമുക്കൊരു മാതൃകയാണ്. താൻ പട്ടണക്കാരെയും തൻ്റെ കുടുംബക്കാരെയും ഭയപ്പെട്ട് രാത്രിയിൽ താൻ ചെയ്യേണ്ടത് ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ, ഇരുട്ട് തനിക്കൊരു മറവായിരുന്നു. എന്തിന്? താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ മറ്റുള്ള പലരുടെയും കണ്ണുകൾ വീഴാതിരിക്കേണ്ടതിന് മറച്ചു കെട്ടിയാണ് താൻ ചെയ്തത്. ചില വീടുകൾ പണിയുമ്പോൾ വലിയ മറച്ചു കെട്ടിയല്ലേ പണിയുന്നേ, അല്ലേ? നമ്മുടെ നാട്ടിൽ ദൃഷ്ടിദോഷമെന്ന് പറയുന്നതായൊരു സംഗതിയുണ്ട്. ജൂതന്മാരുടെ ആ വിശ്വാസമുണ്ട്. ലോകത്തെല്ലാ മേഖലയിലും ഉണ്ട്. കണ്ണിന് പവറുണ്ട്. അത് ഇല്ല 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 എന്നൊന്നും ചുമ്മാ പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യമില്ല. മനുഷ്യൻ്റെ കണ്ണിന് അപാരമായ ശക്തിയുണ്ട്. ആ കണ്ണുകൊണ്ട് നോക്കിയാൽ ചിലതിനെ അവന് വേറെ ലെവലിലാക്കാൻ പറ്റും. ഇതൊക്കെ അനുഭവസ്ഥരായിരിക്കുന്ന മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എൻ്റെ അടുക്കൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ കൊച്ച് ആഹാരം എന്ത് ചെയ്താൽ കഴിക്കുകയില്ല. അതിൻ്റെ പനി മാറുകയില്ല. വയറിന് താഴ്പോട്ട് കൊച്ചിനങ്ങ് ഐസ് പോലെ തണുത്തിരിക്കും. അരയ്ക്ക് മേൽപോട്ട് കൊച്ചിനെ തീക്കനൽ പോലെയാണ് പൊള്ളുന്നത്. കൊണ്ടുപോകുന്ന ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്കും കൊടുത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവർ പോയി. ഇനി ഒന്നും ചെയ്യാനില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന സമയത്ത് കർത്താവിനൊരു കാര്യം കാണിക്കുക. ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ കുഞ്ഞിനെ മുറ്റത്ത് നിർത്തി അമ്മ കൊച്ചിന് ആഹാരം കൊടുക്കുക. ആഹാരം കൊടുക്കുമ്പം ഈ പാത്രത്തിൽ ഒരു മുട്ടയുണ്ട്. ഈ മുട്ട ഉടച്ച് കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന സമയത്ത് അതുവഴി കടന്നുപോയ ഒരു വ്യക്തി, ആഹാ മുട്ട കുട്ടിയാണോ മാമ ഉണ്ണുന്നതെന്ന് ചോദിച്ചു. അന്ന് കുഞ്ഞിനെ മാമ ഉണ്ണൽ നിന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചില മനുഷ്യരുടെ വാക്കിനും കണ്ണിനും പവറുണ്ട്. ആ വിഷയത്തെ ശാസിച്ചപ്പോൾ കൊച്ചിൻ്റെ രോഗം മാറി. എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടൊരു പല സാക്ഷികളെ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പല കാര്യങ്ങളും നിങ്ങൾ തുറന്നു വെക്കുന്നത് അപകടകരമാണ്. ആഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ അടച്ചു വെക്കുന്നത്, അത് തുറന്നു വെച്ചാൽ അത് ഹീനമാക്കുന്ന ഈച്ച വന്നതിനകത്ത് അത് അഴുക്കാക്കി കളയും. അപ്പോൾ പൊടിപടലങ്ങൾ വീഴാതിരിക്കാൻ ഈച്ചയെ പോലെയുള്ളതായ അഴുക്ക് ജീവികൾ അടുക്കാതിരിക്കാനാണ് നമ്മൾ മൂടി വെക്കുന്നത്. നിന്റെ ദർശനം മൂടി വെക്ക്, തക്ക സമയത്ത് അത് കിളുത്തോളൂ. ചില കാര്യങ്ങൾ മറച്ചു വെക്ക്, അത് ഫലപ്രാപ്തിയിൽ വരും. ഇത് നിങ്ങൾക്കുള്ള അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കൊതിക്കുന്നവർക്കുള്ള ഏറ്റവും ശക്തമേറിയ ഒരു ദൈവാലോചനയാണ്. ഇത് മനസ്സിലായവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യർ, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾ, നിങ്ങൾ വേദപുസ്തകം തുറന്ന് ഇവരെ എല്ലാം ഒന്ന് പഠിച്ചു.
അവരുടെ എല്ലാം ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ്. ജീവിതത്തിൽ ഒരു ഗതിയിലേക്കും പെട്ടെന്ന് ഉയരാൻ കഴിയാതെ പോകുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലഹീനതകളിൽ ഒന്നാണ് അവരാവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പാടി നടക്കും എന്നുള്ളത്. ലൈഫിൽ സക്സസ് ആയി നിങ്ങൾ വലിയ ഉയർച്ചയിൽ നിൽക്കുന്നു എന്ന് കരുതുന്ന വ്യക്തികളോട് നിങ്ങളൊന്ന് അവരുടെ സ്വഭാവം ഒന്ന് പഠിക്കുക. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. നിങ്ങളുടെ കാര്യവും അങ്ങനെ ആയിരിക്കട്ടെ. നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു വേലി കെട്ടാൻ, ഒരു മതിൽ പണിയാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു വചനം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഇന്നത്തെ ഈ ദൂത് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നൊരു വാക്കായകയാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടാകട്ടെ. അതായത് ഈ സദൃശ്യവാക്യങ്ങൾ അവസാനിക്കുമ്പോൾ 31-ാം അധ്യായത്തിൻ്റെ 29, 30, 31 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. തരുണി എന്ന് പറഞ്ഞ സ്ത്രീകൾ, അനേക സ്ത്രീകൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരിൽ എല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. എന്നിട്ട് അടുത്ത വാക്ക്, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. 26-ാമത്തെ വചനം പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഒരു സ്ത്രീയെ ആദരിക്കുന്നുണ്ടെങ്കിൽ അവൾ ആദരിക്കപ്പെടാൻ കാരണമായിരിക്കുന്ന അവളുടെ സാമർഥ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് 26-ാമത്തെ വചനമാണ് പറയുന്നത്. അടുത്ത വാക്ക് കേട്ടോ, അവൾ ജ്ഞാനത്തോടെ വാ തുറക്കുന്നു. ചുമ്മാ വാ തുറക്കുകയല്ല, അവൾ ജ്ഞാനത്തോടെ വാ തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിൻ്റെ മേൽ ഉണ്ട്. സാമർഥ്യമുള്ള സ്ത്രീയുടെ ലക്ഷണം, കുടുംബം പണിയുന്ന സ്ത്രീയുടെ ലക്ഷണം, അവൾ പരദൂഷകയല്ല. അവിടെ കേൾക്കുന്നത് ഇവിടെയും, ഇവിടെ കേൾക്കുന്നത് അവിടെയും പാടി നടക്കുന്നവളല്ല. അവളുടെ ഏറ്റവും വലിയ ശ്രേയസ്, അവൾ വാ തുറന്നാൽ അവൾ പറയുന്ന വാക്ക് അളന്ന് തൂക്കി കൃത്യമായിട്ട് അവൾ സംസാരിക്കും. നിങ്ങൾക്ക് ഈ ഗുണങ്ങളുണ്ടാകട്ടെ, സ്ത്രീകൾക്ക് ഈ ഗുണങ്ങളുണ്ടാകട്ടെ. ജ്ഞാനികളാകാൻ പുരുഷന്മാരെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, ഞങ്ങളോട് അങ്ങ് പറഞ്ഞിരിക്കുന്ന ഈ പരിജ്ഞാനത്തിൻ്റെ ഉപദേശം മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടിരിക്കുന്ന അനേകരുടെ ലൈഫിൽ ഇതിൻ്റെ മാറ്റവും അനുഗ്രഹവും നിലനിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഉയർച്ചകൾ ഇവർക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയാൽ നിറയ്ക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ ഇവർക്ക് പുരോഗതിയാക്കി തീർക്കണമേ. ഇന്ന് കേട്ട ദൈവാലോചനയ്ക്കൊത്തവിധം ജീവിതം പുനഃക്രമീകരിക്കുവാൻ ഇവരെ സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ നേരിൽ കാണാൻ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കുറച്ച് പേരെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ കണ്ട് ഒരു പ്രത്യേകമായ ഡെലിവറൻസ് പ്രെയറുകൾക്ക് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. നിങ്ങളതിൽ പങ്കുചേരാൻ താല്പര്യപ്പെടുന്നവർ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കൊരു ടൈം ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. നമുക്ക് നേരിട്ട് കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ ആരാധന നടക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നേരെ മുകളിലേക്കുള്ള വഴിയെ വരുമ്പോഴുള്ള അടുത്ത ജംഗ്ഷനാണ് ലോഗോസ് ജംഗ്ഷൻ. ഒരു 4 കൂടുന്ന കവല. അവിടെ നിന്നും നേരെ മുകളിലേക്ക് പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയെ ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ ഒരു ആൽമരം റോഡിൽ നിൽപ്പുണ്ട്. ഈ ആൽമരം മുത്തശ്ശി നിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥാപനത്തിൻ്റെ മുൻപിലാണ്. അതിൻ്റെയും റോഡിൻ്റെ അതിരിലാണ് ഈ മരം നിൽക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ജൻ ഔഷധി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ, ഇതിൻ്റെ എല്ലാം മുകളിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ വരൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് സാധാരണ ശുശ്രൂഷകളുള്ളത്. അപ്പോൾ അതുകൂടാതെ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ സമയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുകൊണ്ട് മുൻകൂട്ടി ഫോണിൽ വിളിച്ച ഒരു സമയക്രമീകരണം ഒരുക്കിയൊക്കെ വരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ പകൽ നേരത്തെ ഏതെങ്കിലും സമയത്തായിരിക്കും. അപ്പോൾ നമുക്കതിന് മുൻകൂട്ടി വിളിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്പറുകൾ ഉപയോഗിക്കപ്പെടുക.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ.